പ്രീസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു: ജ്ഞാനിയുടെ ഹൃദയം കാലത്തെയും ന്യായത്തെയും വിവേചിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന കാലഘട്ടത്തെ നമ്മൾ വിവേചിക്കണം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാണിത് പറയുന്നത്. പുതിയ നിയമത്തിൽ എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്: ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന കാലഘട്ടം വളരെ ദുഷ്ടത നിറഞ്ഞൊരു കാലഘട്ടമാണ്. പലരും അവരുടെ സമയങ്ങൾ പല കാര്യങ്ങൾക്ക് ചിലവഴിക്കുമ്പോൾ തക്കത്തിൽ ഉപയോഗിക്കുവാൻ, പ്രയോജനമുള്ളതിന് ഉപയോഗിക്കുവാൻ നമുക്കൊക്കെ കഴിയണം. കാരണം നമ്മുടെ മുൻപിൽ സമയം അധികമില്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പ്രൊവർബുണ്ട്: ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ. സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കവിടെ നിന്ന് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന സമയം നാളെ നമുക്ക് ലഭിക്കണമെന്ന് ഒരു ഉറപ്പുമില്ല. ഇന്നത്തെ സമയം നമുക്ക് വേണ്ടി നിൽക്കുന്നതുമില്ല. സമയം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കളാകുന്ന നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ നൽകുന്ന ഈ ചെറിയ ആയുസ്സിൽ ദൈവത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാൻ, നമ്മുടെ സമയം പാഴാക്കി കളയാതെ, വ്യർത്ഥ കാര്യങ്ങളിൽ ഇടപെടാതെ, വ്യർത്ഥ സംഭാഷണങ്ങളിൽ നമ്മുടെ സമയങ്ങൾ ചിലവഴിക്കാതെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, ഇത് ദുഷ്കാലമായതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ കർത്താവ് നമ്മയൊക്കെ സഹായിക്കട്ടെ, കൃപ നൽകട്ടെ. ദൈവമേ അവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.